ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ ചാപ്റ്റർ ഭംഗിയായി പഠിച്ചതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. എന്തെങ്കിലും സംശയമുള്ളവർക്ക് നേരത്തെ ഞാൻ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോർഷൻസ് കോർത്തിണക്കിക്കൊണ്ട് 2 എപ്പിസോഡുകളായി പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ എപ്പിസോഡ് തീർച്ചയായും കാണുക. കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുക. തീർച്ചയായിട്ടും 4 മാർക്ക് എക്സാമിനേഷൻ സ്കോർ ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? ക്വസ്റ്റ്യൻ 2020 മാർച്ചിലെ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇഫ് ഇ ആൻഡ് എഫ് ആർ 2 events such that probability of E equal to 1/4, probability of F equal to 1/2, probability of E and F equal to 1/8. Then find first one, probability of E or F. Second one, probability of not E and not F. 2 പാർട്ട് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നോക്കിക്കോളൂ, എന്തൊക്കെ തന്നിട്ടുള്ളത്? പ്രോബബിലിറ്റി ഓഫ് ഇ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എഫ് തന്നിട്ടുണ്ട്. ലാസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ്. നിങ്ങൾക്കറിയാം, ആൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ, ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ. ദാറ്റ് മീൻസ് ഈ സംഗതി ആക്ച്വലി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു എന്താണ്? 1/8 എന്ന് തന്നിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് വരാം. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഇ ഓർ എഫ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് വരും. ഫോർമുല, വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല നിങ്ങൾക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും പകരം ഇവിടെ ഇയും എഫും വരുന്നു. അത്രേ ഉള്ളൂ. പറഞ്ഞോ ഫോർമുല. പ്രോബബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് മൈനസ് യൂണിയൻ ആണ് കാണേണ്ടത് എങ്കിൽ മൈനസ് ചെയ്യേണ്ടത് എന്താണ്? ഇന്റർസെക്ഷൻ. ഷോർട്ട് കട്ട് ഒക്കെ നിങ്ങൾക്കറിയാം. ഇതാണ് ഫോർമുല. വെറുതെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് ഇ 1/4 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എഫ് എന്താണ്? 1/2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് 1/8 ഈക്വൽ ടു ആദ്യത്തെ 2 ടൈം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 + 4 എന്ത് കിട്ടും? 2 + 4 6/8 എന്ന് കിട്ടും. ശരിയല്ലേ? 2 + 4 ബൈ എന്താണ്? 4/2 അതാണ് 8 എന്ന് എഴുതിയത്. മൈനസ് 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ബേസ് ഈക്വൽ ആയില്ലേ? മേളില് 6 - 1 5/8 എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെയ്യാം, നോ പ്രോബ്ലം. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. Next, second part. We have to find probability of not E എന്ന് പറഞ്ഞാൽ P of not E. Not A എന്ന് പറഞ്ഞാൽ A complement. അപ്പൊ not E എന്ന് പറഞ്ഞാൽ എന്താണ്? E complement. And intersection not F, that is F complement. We have to find probability of E complement intersection F complement. De Morgan's law നിങ്ങൾക്കറിയാം. പറഞ്ഞോ, which is equal to പ്രോബബിലിറ്റി ഓഫ് കോംപ്ലിമെന്റ് സ്പ്ലിറ്റ് ചെയ്ത് വന്നാൽ ഹോൾ കോംപ്ലിമെന്റ് ആക്കുമ്പോൾ ഇന്റർസെക്ഷൻ യൂണിയൻ ആകും, യൂണിയൻ ആണെങ്കിൽ ഇന്റർസെക്ഷൻ ആകും. നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇ യൂണിയൻ എഫ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് കോംപ്ലിമെന്റ് സ്പ്ലിറ്റ് ചെയ്ത് നടക്കുന്നു. അതിനെ ഹോൾ കോംപ്ലിമെന്റ് ആക്കുമ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ എന്നുള്ളത് ഇവിടെ എന്തായി മാറും? യൂണിയനായി മാറും. വീണ്ടും അനദർ ഫോർമുല നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ കാണുന്ന ഫോർമുല 1 - P of A. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാതെ ഒറ്റ സ്റ്റെപ്പിൽ ആൻസറിലേക്ക് പോകുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്താണ്? 1 - P of A. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ദ ഹോൾ കോംപ്ലിമെന്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - ഈ കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതുക. പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ്. കഥ പിടികിട്ടിയായിരുന്നോ? പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 - ഈ കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതി പി ഓഫ് എ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 - ആ കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതുക. ആൻസർ ആയില്ലേ? 1 - വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ്? ദാറ്റ് ഈസ് 5/8. that is equal to 8 minus 5. Simplify എന്ത് കിട്ടും? 3/8 കിട്ടി. മാർക്ക് 2. ശരിയല്ലേ?
2020 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ കമ്മിറ്റി ഓഫ് 2 persons ഈസ് സെലക്ടഡ് ഫ്രം 2 men and 2 women. What is the probability that the committee will have first part 1 man, second part 2 men? നമുക്ക് ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ആ കമ്മിറ്റിയിൽ 2 പേരെ സെലക്ട് ചെയ്യണം. ഫ്രം എത്രയാണ്? 2 men and 2 women. 2 പുരുഷന്മാരുമുണ്ട് 2 സ്ത്രീകളുമുണ്ട്. നമുക്ക് 2 പേരുടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. അതിൽ ഫസ്റ്റ് പാർട്ട് പറയുന്നത് ആ കമ്മിറ്റിയിൽ ഒരു പുരുഷൻ ഉണ്ടായിരിക്കണം, 1 man. നമുക്ക് കമ്മിറ്റിയിൽ മൊത്തം 2 പേര് വേണം, അതിൽ 1 പുരുഷനായിരിക്കണം. അപ്പൊ മറ്റേത് എന്തായിരിക്കണം? സ്ത്രീ ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ ഇവന്റ് എ എന്ന് കൊടുക്കുന്നു. ഫസ്റ്റ് പാർട്ട് എന്താണ്? 1 man which is equal to 1 man എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് എന്താണ്? 1 man. മറ്റേ ആൾ എന്തായിരിക്കണം? സ്ത്രീ ആയിരിക്കണം. 2 പേരെ സെലക്ട് ചെയ്യണ്ടേ? ആൻഡ് 1 woman. ശരിയല്ലേ? 2 പേരെ സെലക്ട് ചെയ്യണം, അതിൽ 1 പുരുഷനായിരിക്കണം. അപ്പൊ മറ്റേത് എന്തായിരിക്കണം? സ്ത്രീ ആയിരിക്കണം. ഇതാണ് എ എന്ന് പറയുന്ന ഇവന്റ്. എങ്കിൽ എൻ ഓഫ് എ എന്തായിരിക്കും? പറഞ്ഞോളൂ. 1 man എനിക്ക് സെലക്ട് ചെയ്യണം. എത്ര പുരുഷന്മാരുണ്ട്? 2 പുരുഷന്മാരുണ്ട്. 2 മെനിൽ നിന്ന് 1 മാനിനെ സെലക്ട് ചെയ്യണം. 2ൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 2C1 കോമ്പിനേഷൻ. നിങ്ങൾക്കറിയാം 2 പുരുഷന്മാരുണ്ട്, അതിൽ നിന്ന് 1 പുരുഷനെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 2C1. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ ഇൻടു. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ്. ഓർക്കുക. ഓക്കെ, അപ്പൊ 1 പുരുഷനെ ഞാൻ സെലക്ട് ചെയ്തു. ആൻഡ് 1 woman. മൊത്തം 2 സ്ത്രീകളുണ്ട്, അതിൽ നിന്ന് ഒരാളെ. വെരി സിമ്പിൾ. 2 എന്താണ്? C1 ഈക്വൽ ടു 2C1 എന്ന് പറഞ്ഞാൽ 2C1 എന്ന് 2 into 2 എന്ന് കിട്ടും, 4 എന്ന് കിട്ടും. സോ എൻ ഓഫ് എ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ കാണണം. എ എന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി നിങ്ങൾക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ കാണുന്ന ഫോർമുല എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. Number of cases favorable to A divided by total number of cases എന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചു. +1ൽ ഇങ്ങനെയാണ് കൂടുതൽ പഠിച്ചത്. സോ P of A equal to എന്താണ്? N of A by N of S which is equal to N of A എന്താണ് നമുക്ക് കിട്ടിയത്? 4 divided by N of S. ടോട്ടൽ പോസിബിലിറ്റീസ് എന്താണ്? മൊത്തം എത്ര പേരുണ്ട്? 2 men and 2 women. 4 പേരുണ്ട്. അതിൽ നിന്ന് എത്ര പേരെയാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്? 2 പേരെ. സോ 4C2 നിങ്ങൾക്കറിയാം. അപ്പൊ N of S എന്ന് പറഞ്ഞാൽ എന്താണ്? 4C2 which is equal to 4 by സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കൊടുക്കാം. എന്ത് കിട്ടും? 4C2 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് probability that the committee will have 2 men. കമ്മിറ്റിയില് 2 പുരുഷന്മാരുണ്ടായിരിക്കണം. അപ്പൊ B equal to ഇവന്റ് ഞാൻ B എന്ന് കൊടുക്കുന്നു. എന്താണ്? 2 men. അപ്പൊ we have to find P of B. അതിനു വേണ്ടി എന്ത് കാണണം? ഫസ്റ്റ് ഓഫ് ഓൾ N of B. കമ്മിറ്റിയിൽ 2 പേരെ പാടുള്ളൂ. ആ 2 പേരും എന്തായിരിക്കണം? പുരുഷന്മാരായിരിക്കണം. സോ 2 പുരുഷന്മാരെ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് എത്രയാണ്? N of B. മൊത്തം 2 പുരുഷന്മാരേ ഉള്ളൂ. 2 പുരുഷന്മാരെ എടുക്കണം. ദാറ്റ് ഈസ് 2C2. നമുക്ക് മൊത്തം 2 പുരുഷന്മാരെ ഉണ്ട്. കമ്മിറ്റിയിൽ 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പൊ എന്താണ്? 2C2. Now P of B equal to ഫോർമുല നിങ്ങൾക്കറിയാം. N of B by N of S is equal to N of B. N of B എന്തായിരുന്നു? 1 divided by N of S. N of S എന്താണ്? 4C2. That is equal to 1 by കാൽക്കുലേറ്റർ കൊടുത്താൽ 4C2 ന്റെ വാല്യൂ എന്ത് കിട്ടും? 6. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. സോ ആൻസർ എന്താണ്? 1/6. That is probability that the committee will have 2 men എന്ന് പറയുന്നത് എന്താണ്? 1/6. ശരിയല്ലേ? 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ, ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. A die is thrown. Let A be the event that die shows 4 and capital B be the event that die shows an even number. Check whether A and B are mutually exclusive. Second one, A and B are exhaustive. Okay, നമുക്ക് ഇവിടെ എന്താണ്? ഒരു ഡൈ ത്രോ ചെയ്യുന്നതാണ് റാൻഡം എക്സ്പെരിമെന്റ്. ഉടൻ തന്നെ സാമ്പിൾ സ്പേസ് എഴുതണം. നിങ്ങൾക്കറിയാം ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? 1 2 3 4 5 6 അറിയണം. Now ആദ്യത്തെ ഇവന്റ് എന്താണ്? ഡൈ ഷോസ് ദ നമ്പർ 4. എ എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ഡൈ ഷോസ് 4 എന്ന നമ്പർ, അതാണ് എ എന്ന ഇവന്റ്. കഴിഞ്ഞു. അടുത്ത ബി എന്ന് പറയുന്ന ഇവന്റ് എന്താണ്?
ഡൈ ഷോസ് ആൻഡ് ഈവൻ നമ്പർ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ഏതൊക്കെയാണ്? 2, 4, 6. അതാണ് ബി എന്ന് പറയുന്ന ഇവന്റ്. ഫസ്റ്റ് പാർട്ട് വി ഹാവ് ടു ചെക്ക് വെദർ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാം, 2 events A and B are mutually exclusive, then A intersection B equal to എന്താണ്? null set ആയിരുന്നാൽ മതി. ശരിയല്ലേ? A അറിയാം, B അറിയാം, ചെക്ക് ചെയ്യുക. A intersection B equal to എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 4 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, which is not equal to null set. A intersection B null set കിട്ടിയോ? ഇല്ല. Therefore A and B are not mutually exclusive. ശരിയല്ലേ? A intersect exclusive. A intersection B null set കിട്ടിയാൽ A യും B എന്ത് പറയും? mutually exclusive എന്ന് പറയും. അല്ല എങ്കിൽ എന്ത് പറയും? not mutually exclusive. Second part, check whether A and B are exhaustive. 2 events A and B are said to be exhaustive if A union B equal to എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. 3 events ആണെങ്കിൽ A union B union C equal to സാമ്പിൾ സ്പേസ് കിട്ടണം. എങ്കിൽ ആ ഇവന്റ്സ് എന്തെന്ന് പറയും? എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയും. ഇവിടെ A union B കാണുക. A എന്ന സെറ്റിന്റെയും B എന്ന സെറ്റിന്റെയും യൂണിയൻ 4, 2, 4, 6. യൂണിയൻ എടുക്കുമ്പോൾ എന്തിനെ കിട്ടും? 2, 4, 6 which is equal to സാമ്പിൾ സ്പേസ് ആണോ? സാമ്പിൾ സ്പേസ് 1, 2, 3, 4, 5, 6 ആണ്. ആണോ? അല്ല. A union B not equal to yes. Therefore A and B are not exhaustive. അതായത് ഇവിടെ എയും ബിയും എന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവും അല്ല, എക്സ്ഹോസ്റ്റീവും അല്ല. ഓക്കെ. ക്വസ്റ്റ്യൻ, ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 Fridays in a leap year. ഒരു ലീപ്പ് ഇയറിൽ 53 Friday വരാനുള്ള പ്രോബബിലിറ്റി എന്ത്? ലീപ്പ് ഇയറിനെ കുറിച്ച് അറിയണം. എ ലീപ്പ് ഇയർ കൺസിസ്റ്റ് ഓഫ് 366 days in which there are 52 weeks and 2 more days. മൾട്ടിപ്ലൈ നോക്കുക. 52 into 7 മൾട്ടിപ്ലൈ ചെയ്താൽ 364 വരും. ഒരു 2 ഡേ എക്സ്ട്രാ വരും. 52 വീക്സ് എന്ന് പറഞ്ഞാൽ 52 Friday എന്തായാലും വന്നു കഴിഞ്ഞു. നമുക്ക് കാണേണ്ടത് 53 Friday വരാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ എന്താ പറഞ്ഞാൽ 52 വീക്സും 2 ഡേ കൂടുതലുണ്ട്. ആ 2 days എന്തൊക്കെയാകാൻ സാധ്യതയുണ്ട്? 2 more days. ഒന്നുകിൽ ആ ദിവസം എന്താകാം? സാറ്റർഡേ സൺഡേ ആകാം, അല്ലെങ്കിൽ സൺഡേ മൺഡേ, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ, അല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ. അങ്ങനെ 7 പോസിബിലിറ്റി ഉണ്ട്. സോ ദേർ ആർ ടോട്ടൽ പോസിബിലിറ്റി n of s എത്രയാണ്? 7. ഇൻ വിച്ച് ഫ്രൈഡേ എത്ര സ്ഥലത്താണ് വരുന്നത്? ഫ്രൈഡേ വരുന്നത് എവിടെയൊക്കെയാണ്? നോക്കിയൊക്കെ. ഫ്രൈഡേ സാറ്റർഡേ എന്ന ഓപ്ഷൻ വന്നാൽ അവിടെ ഫ്രൈഡേ വരാൻ സാധ്യതയുണ്ട്. വേറെ തേഴ്സ്ഡേ ഫ്രൈഡേ, ഈ 2 ഡേ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്രൈഡേ സാറ്റർഡേ ആയാൽ എന്ത് വരും? 53 Friday വരും. തേഴ്സ്ഡേ ഫ്രൈഡേ ആയാലും 53 Friday വരും. അപ്പോൾ നമ്പർ ഓഫ് പോസിബിലിറ്റി ഫേവറബിൾ കേസസ് എത്രയാണ്? 2 ആണ്. സോ ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഈക്വൽ ടു എന്ത് കിട്ടും? 2/7 എന്ന് കിട്ടും. അതായത് 53 Friday കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 2/7. പിടിയിട്ടായിരുന്നോ? ടോട്ടൽ പോസിബിലിറ്റി 7 ഇൻ വിച്ച് ഫ്രൈഡേ എക്സിസ്റ്റ് ചെയ്യുന്നത് 2 കേസിൽ. സോ ആൻസർ 2/7. വെരി സിമ്പിൾ. ക്വസ്റ്റ്യൻ, എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 cards. Find probability of getting a red card or king. 52 കാർഡ് ഉണ്ട്. ഇതിനകത്ത് നിന്ന് എനിക്ക് ഒരു കാർഡ് എടുക്കണം. ആ എടുക്കുന്ന കാർഡ് ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ കിങ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് കാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അപ്പൊ കാർഡിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്ന് ഓടിച്ച് പറയാം. ഇൻ എ പാക്ക് there are 52 cards in which 26 red and 26 black. ഈ 26 റെഡ് കാർഡ്സിൽ 13 ഹാർട്ടും 13 എന്താണ്? ഡയമണ്ട് കാർഡ്സുമാണ്. ഇനി 26 ബ്ലാക്കിൽ 13 ക്ലബും 13 എന്താണ്? സ്പെയ്ഡും. ആ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി 13 ഹാർട്ടിന്റെ സിമ്പിൾ ഉള്ളതാണ് കാർഡ്. ആ 13 ഏതൊക്കെയാണ്? കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ്. പിന്നെ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 2, 2, 3, 4 എക്സെട്ര അപ് ടു 10. കെ എന്ന് പറഞ്ഞാൽ കിങ്, ക്യൂൻ എന്ന് പറയുന്നത് ക്യൂ, ജാക്ക് എന്താണ്? ജെ. ഈ 3 ഫേസ് ഉള്ളത്. സോ ദീസ് 3 cards ആർ കോൾഡ് ഫേസ് കാർഡ്സ്. 52 പ്ലേയിങ് കാർഡ്സിൽ എത്ര ഫേസ് കാർഡ്സ് വരും? ഇവിടെ 3, അതേപോലെ ഇവിടെ 3, ഇവിടെ 3, അവിടെ 3. മൊത്തം എത്ര ഉണ്ട്? 12 ഫേസ് കാർഡ്സ് ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എത്ര കിങ് ഉണ്ട്? മൊത്തം 4 കിങ് ഉണ്ട്.
അതിനകത്ത് ബ്ലാക്ക് കിങ് എത്രയാണ്? 2 ബ്ലാക്ക് കിങ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഇരുന്നോട്ടെ. ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് എന്താണ് കാണേണ്ടത്? ഒരു കാർഡ് എടുക്കണം. ആ കാർഡ് എന്തായിരിക്കണം? ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ കിങ്. ആ ഇവന്റ് ഞാൻ എ എന്ന് കൊടുക്കുന്നു. എ ഈക്വൽ ടു ദ കാർഡ് ഈസ് റെഡ് ഓർ എന്താണ്? കിങ്. എങ്കിൽ വാട്ട് ഈസ് എൻ ഓഫ് എ? എന്തായിരിക്കും എൻ ഓഫ് എ? എടുക്കുന്നത് ഒന്നുകിൽ റെഡ് ആകണം. റെഡ് മൊത്തം എത്ര ഉണ്ടാ? 26 കാർഡ്സ് ഉണ്ട്. റെഡ് മൊത്തം എത്ര കാർഡ്സ് ആണുള്ളത്? 26. ഓർ അല്ലെങ്കിൽ എന്താണ്? കിങ്. ഓർ മീൻസ് എന്താണ്? പ്ലസ് കിങ്. കിങ് മൊത്തം എത്ര ഉണ്ട്? 4 കിങ് ഉണ്ട്. ആ 4 കിങ്ങിൽ 2 കിങ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഈ റെഡ് നമ്പേഴ്സ് ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞില്ലേ? അപ്പൊ ബാക്കി എത്രയേ ഉള്ളൂ? 2 എണ്ണം എഴുതിയാൽ മതി. പറഞ്ഞ പിടികിട്ടിയായിരുന്നോ? മൊത്തം 4 കിങ് ഉണ്ട്. 4 ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റെഡ് കിങ് 2 എണ്ണം ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ബാക്കി 2 കിങ്ങിന്റെ കഥ എഴുതിയാൽ മതി. സോ എൻ ഓഫ് എ ഈക്വൽ ടു എന്താണ്? 28. മൊത്തം 28 ഉണ്ട്. അതിൽ നിന്ന് 1 എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 28. നൗ പി ഓഫ് എ ഈക്വൽ ടു, നിങ്ങൾക്കറിയാം എന്താണ് ഫോർമുല? എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. ഫേവറബിൾ കേസസ് എന്താണ്? 28 കാർഡ് ഉണ്ട്. അതിൽ നിന്ന് 1 എടുക്കുക, ദാറ്റ് ഈസ് 28. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്താണ്? മൊത്തം 52 കാർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരു കാർഡ് എടുക്കുക, ദാറ്റ് ഈസ് 52C1 എന്ന് പറഞ്ഞാൽ എന്താണ്? 52. സിംപ്ലിഫൈ ചെയ്യുക. 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മേളിൽ എന്ത് വരും? 7. താഴെ എന്ത് വരും? 1. നെക്സ്റ്റ് 13. 7/13 എന്ന് കിട്ടും. വിച്ച് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 7 cards drawn from a pack of 52 cards. First part, how many ways this can be done? Second part, what is the probability that the selection contains all kings? Third part, what is the probability that selection doesn't contain a king? 3 പാർട്ട് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എന്താണ് ഇവിടുത്തെ കഥ? 7 cards drawn from a pack of 52 cards. 52 കാർഡ് ഉണ്ട്. അതിൽ നിന്ന് 7 കാർഡ് എടുക്കണം. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്താണ്? സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം 52 കാർഡ് ഉണ്ട്. വി ഹാവ് ടു ടേക്കൺ 7 cards, ദാറ്റ് ഈസ് 52C7 കോമ്പിനേഷൻ. അതിന്റെ വാല്യൂ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. കിട്ടി, 1 മാർക്ക്. So 52 cards ഉണ്ട്. We have to take 7 cards. So total number of ways എന്താണ്? 52C7. Next, second part. ഞാൻ 7 കാർഡ് എടുക്കുന്നു. ഈ 7 കാർഡിനകത്ത് എന്തുണ്ടായിരിക്കണം? എല്ലാ കിങ്സും ഉണ്ടായിരിക്കണം. What is the probability? ആ ഇവന്റ് ഞാൻ എ എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തെ കേസിന്റെ ഇവന്റ് ഞാൻ എ എന്ന് കൊടുക്കുന്നു. എങ്കിൽ എൻ ഓഫ് എ എന്തായിരിക്കും? നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ എന്തായിരിക്കും? നോക്കിക്കോ. എന്താണ്? 7 കാർഡ് എനിക്ക് എടുക്കണം. ആ 7 കാർഡിനകത്ത് എല്ലാ കിങ്സും ഉണ്ടായിരിക്കണം. എത്ര കിങ്സ് ഉണ്ട്? മൊത്തം 4 കിങ്സ്. 4 കിങ്സും എനിക്ക് എടുത്തേ പറ്റൂ. ദാറ്റ് മീൻസ് 4 കിങ്സ് ഉണ്ട്. 4ഉം എടുക്കണം. സോ 4C4. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു. തീർന്നോ? മൊത്തം 7 കാർഡ് എടുക്കണ്ടേ? ഞാൻ 4 എടുത്തുള്ളൂ. ഇനി ബാക്കി മൊത്തം എത്ര കാർഡ് ഉണ്ട്? ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. അതിൽ 4 കാർഡാണ് കിങ്. അപ്പൊ മാറ്റി. ബാക്കി എത്ര ഉണ്ട്? 48 കാർഡ് ഉണ്ട്. ഈ 48ൽ നിന്ന് ഇനി എനിക്ക് എത്ര കാർഡ് എടുക്കണം? 4 കാർഡ് എടുത്തു കഴിഞ്ഞു. ഇനി 3 എണ്ണം. കഥ കഴിഞ്ഞില്ലേ? ഇവിടെ 4 കാർഡ് എടുത്തു, ഇവിടെ 3, മൊത്തം 7 കാർഡ് എടുത്തു. സോ എൻ ഓഫ് എ ഈക്വൽ ടു ദിസ് വൺ, വിച്ച് ഈസ് ഈക്വൽ ടു 4C4 എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. സോ 1 into this one, 48C3. Now we have to find P of A, probability of the event A. ഇതാണ് ഞാൻ A എന്ന് പറയുന്ന ഇവന്റ് ആയിട്ട് അസ്യൂം ചെയ്തത്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, എന്താണ് ഫോർമുല? N of A by N of S is equal to, what is N of A? ഇപ്പൊ കിട്ടി 48C3 divided by what is N of S? Total number of possibilities. അതാണ് total number of ways. ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എന്താണ്? 52C7, which is the answer. വേണമെങ്കിൽ കാൽക്കുലേറ്റർ കൊടുത്ത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. നെക്സ്റ്റ് തേർഡ് പാർട്ട് നോക്കുക. What is the probability that selection doesn't contain a king? ആ ഇവന്റ് ഞാൻ B എന്ന് കൊടുക്കുന്നു. എങ്കിൽ N of B എന്തായിരിക്കും? എനിക്ക് 7 കാർഡ് എടുക്കണം. ആ 7 കാർഡിനകത്തും ഒരു കിങ്ങും വരാൻ പാടില്ല. കിങ്ങേ വരാൻ പാടില്ല. അപ്പൊ കിങ്ങിനെ മൊത്തം മാറ്റുക. ഈ 4 കിങ്ങിനെ ഞാൻ അങ്ങ് കളയുന്നു. ബാക്കി എത്ര കാർഡ് ഉണ്ട്? മൊത്തം 52 കാർഡ് ഉണ്ട്. അതിൽ 4 എണ്ണം കളഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 48. അതിനകത്തിന്ന് ഏതെങ്കിലും 7 കാർഡ്. സോ 48C7, which is the possibility. ശരിയല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? 7 കാർഡ് എടുക്കണം. അതിനകത്ത് ഒരു കിങ്ങും വരാൻ പാടില്ല. കിങ്ങേ വേണ്ട. കിങ് 4 അങ്ങ് കളഞ്ഞു. ബാക്കി ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52ൽ നിന്ന് 4 പോയാൽ 48. ആ 48ൽ നിന്ന് 7 കാർഡ് എടുക്കുക. സോ N of B എന്ത് കിട്ടും? 48C7. Then what is probability of B? നിങ്ങൾക്കറിയാം N of B by N of S. N of B എന്താണ്? 48C7.
48C7 ഹോൾ ഡിവൈഡഡ് ബൈ n of s എന്ത് തന്നെയാണ് നിങ്ങൾക്കറിയാം 52C7 which is the answer. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ചോദിച്ച പ്രോബ്ലം. 3 cards drawn from a pack of 52 cards. Find probability that first part all the 3 cards are diamond. Second one, at least one of the card is non-diamond. Third one card is king and 2 are jacks. എന്താണ് ക്വസ്റ്റ്യൻ? 3 cards drawn from a pack of 52 cards. Then what is n of s? Total number of possibility എന്താണ്? മൊത്തം 52 കാർഡ് ഉണ്ട്, 3 കാർഡ് എടുക്കണം. That is 52C3. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടൈപ്പ് തന്നെയാണ്. ഇവിടെ ആദ്യത്തെ കേസിലെ ഇവന്റ് ഞാൻ എ എന്ന് കൊടുക്കുന്നു എങ്കിൽ വാട്ട് ഈസ് n of a? ആദ്യത്തെ കേസിൽ എന്താണ്? We have to find probability that the cards 3 cards are diamond. 3 കാർഡ് എടുക്കണം, ആ 3 കാർഡും ഡയമണ്ട് ആകാനുള്ള പ്രോബബിലിറ്റി. സോ n of a എന്ന് പറഞ്ഞാൽ എന്താണ്? 3 cards are diamond എന്ന് അസ്യൂം ചെയ്യുന്നു എങ്കിൽ n of a എന്തായിരിക്കും? എനിക്ക് 3 കാർഡ് എടുക്കണം, 3ഉം ഡയമണ്ട് ആയിരിക്കണം. മൊത്തം എത്ര ഡയമണ്ട് ഉണ്ട്? 13 കാർഡ് ഉണ്ട്. അതിനകത്ത് നിന്ന് 3 എണ്ണം എടുക്കുക. ദാറ്റ് ഈസ് 13C3. വെരി സിമ്പിൾ അല്ലേ? മൊത്തം 13 ഡയമണ്ട് കാർഡ്സ് ഉണ്ട്, അതിൽ നിന്ന് 3 കാർഡ് എടുക്കുക. ദാറ്റ് ഈസ് 13C3. Then what is probability of A? n of A by n of s. That is 13C3 divided by 52C3. സിംപ്ലിഫിക്കേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എക്സാമിനേഷന് മാർക്ക് കിട്ടും. സെക്കൻഡ് പാർട്ട് ഒരു ഇൻഡയറക്റ്റ് പാർട്ടാണ്. എനിക്ക് 3 കാർഡ് എടുക്കണം, ആ 3 കാർഡിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ കാർഡ് ഈസ് നോൺ ഡയമണ്ട്. കുറഞ്ഞത് ഒന്നെങ്കിലും ഡയമണ്ട് അല്ലാത്തതായിരിക്കണം. എന്താണ്? 3 കാർഡ് എടുക്കണം, ആ 3 കാർഡിൽ കുറഞ്ഞത് ഒന്നെങ്കിലും ഡയമണ്ട് അല്ലാത്തതായിരിക്കണം. ഒരുപാട് സാധ്യതകളുണ്ട്. ആ രീതിക്ക് ചിന്തിച്ചാൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പകരം നമുക്ക് ഇങ്ങനെ ഒരു തിയറി അറിയാം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അല്ലെ? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എഴുതിയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് വൺ ഓഫ് ദ കാർഡ് അല്ലെ? വൺ ഓഫ് ദ കാർഡ് ഈസ് എന്താണ്? നോൺ ഡയമണ്ട്. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് എഴുതുക. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് എയിൽ ഇല്ലാത്തത് ഇവിടെ വരുമ്പോൾ എന്താണ്? എയിലുള്ളതെന്നായി. അപ്പോൾ ഈ പ്രോബബിലിറ്റി കാണുന്നതിന് വേണ്ടി 1 മൈനസ് ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? ഇതെന്താണ്? കുറഞ്ഞത് ഒന്നെങ്കിലും ഡയമണ്ട് അല്ലാത്തതായിരിക്കണം. ഇവിടെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? ഓൾ ഓഫ് ദം വിൽ ബി ഡയമണ്ട്. എല്ലാം ഡയമണ്ട് ആയിരിക്കണം. ഓൾ 3 cards ഡയമണ്ട്. കഥ പിടികിട്ടിയോ? ചിലർക്ക് പിടികിട്ടി എന്ന് തോന്നുന്നു, ചിലർക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഇവിടെ എന്താണ്? കുറഞ്ഞത് ഒന്നെങ്കിലും അറ്റ്ലീസ്റ്റ് 1 കാർഡ് വിൽ ബി നോൺ ഡയമണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എല്ലാം ഡയമണ്ട് ആയിരിക്കണം. അപ്പോൾ സംഗതി കഴിഞ്ഞില്ലേ? ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ദ 3 cards ആർ ഡയമണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത് അല്ലേ? ഒന്നാമത്തെ പാർട്ട് എന്താണ്? ഓൾ ദ 3 cards ആർ ഡയമണ്ട് ആകാനുള്ള പ്രോബബിലിറ്റി അല്ലേ? ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അതുകൊണ്ടാണ് ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേറൊരു റീസൺ. സോ 1 മൈനസ് ഈ ആൻസർ എടുക്കുക 13C3 ഡിവൈഡഡ് ബൈ എന്താണ്? 52C3. സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ട, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വെച്ചാൽ മതി. ശരിയല്ലേ? തേർഡ് പാർട്ട്. എനിക്ക് 3 കാർഡ് എടുക്കണം, ആ 3 കാർഡിൽ 1 കാർഡ് ഈസ് എന്താണ്? കിങ് ആൻഡ് 2 കാർഡ്സ് എന്തായിരിക്കണം? ജാക്ക്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ആ ഇവന്റ് ഞാൻ സി എന്ന് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് പി ഓഫ് സി ഈക്വൽ ടു എന്താണ്? n ഓഫ് സി ബൈ n ഓഫ് എസ്. n ഓഫ് എസ് നമുക്കറിയാം, ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. n ഓഫ് സി കാണണം. ഇവിടെ സി എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? 1 കാർഡ് ഈസ് കിങ് ആൻഡ് 2 ആർ ജാക്സ്. നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്താണ്? n ഓഫ് സി കാണണം. ഒരു കാർഡ് എന്തായിരിക്കണം? കിങ് ആയിരിക്കണം. മൊത്തം എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. അതിൽ നിന്ന് ഒരു കിങ് എടുക്കണം. അപ്പോൾ 4C1 ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്, അത്രേ ഉള്ളൂ.
നെക്സ്റ്റ് എന്താണ്? 2 കാർഡ് ജാക്ക് ആയിരിക്കണം. മൊത്തം 3 കാർഡ് എടുക്കണം, അതിൽ 1 കിങ് ആയിരിക്കണം, അത് മാറ്റി കഴിഞ്ഞു. ഇനി എന്താണ്? 2 എണ്ണം ജാക്ക് ആയിരിക്കണം. മൊത്തം എത്ര ജാക്ക് ഉണ്ട്? 4. ആ 4ൽ നിന്ന് 2 എണ്ണം എടുക്കുക. ഇതല്ലേ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി, സോറി എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ടു സി, ശരിയല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ n ഓഫ് s, ദാറ്റ് ഈസ് എന്താണ്? നമുക്കറിയാം n ഓഫ് s എന്താണ്? 52c3. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. A coin is tossed continuously until a head comes up. What is the sample space? The set of all possible outcomes of an experiment is called the sample space. എല്ലാ പോസിബിൾ റിസൾട്ടും കൂടെ എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന സെറ്റിനെയാണ് എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ്. അത് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്താണ്? ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. until a head comes up. ഒരു ഹെഡ് കിട്ടുന്നത് വരെ ഈ എക്സ്പെരിമെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. then what is the sample space? ഒരു സാധ്യത, ഞാൻ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ഹെഡ് കിട്ടി. പരിപാടി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ചെയ്യണോ? until a head comes up. ഹെഡ് കിട്ടുന്നത് വരെ മതി, പ്രോസസ് കഴിഞ്ഞു. വേറൊരു സാധ്യത, ഞാൻ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ടെയിൽ. എങ്കിൽ ഉടൻ തന്നെ വീണ്ടും കോയിൻ ടോസ് ചെയ്യണം, പരിപാടി നിർത്തി പോകാൻ പറ്റൂല. വീണ്ടും ഞാൻ ടോസ് ചെയ്തു, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഹെഡ്. പരിപാടി കഴിഞ്ഞു. അനദർ പോസിബിലിറ്റി, ഞാൻ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ടെയിൽ. ആ പ്രോസസ് തീർന്നില്ല, വീണ്ടും കോയിൻ ടോസ് ചെയ്യണം. until a head comes up, അതാണ് സംഗതി. ഓക്കെ, വീണ്ടും കോയിൻ ടോസ് ചെയ്തു, അപ്പൊ എനിക്ക് വീണ്ടും എന്ത് കിട്ടി? ടെയിൽ തന്നെ കിട്ടി. വീണ്ടും ഞാൻ കോയിൻ ടോസ് ചെയ്തു, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഹെഡ്. ഞാൻ അവിടെ വെച്ച് പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഈ പരിപാടി തീരുവോ? ഇല്ല, വേറൊരു സാധ്യത, ടെയില് ടെയില് ടെയില്. അടുത്തെന്താണ്? വീണ്ടും ടെയില് വീണ്ടും ടെയില്. ഒരു 10 പ്രാവശ്യം ടെയില് കിട്ടിയിട്ട് പിന്നെ ആയിരിക്കും ഹെഡ് കിട്ടുന്നത്. അതും ഒരു പോസിബിലിറ്റി ആണ്. ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റി വരും. 4ാമത്തെ കേസ് ടെയില് ടെയില്, അവസാനം എന്ത് കിട്ടി? ഹെഡ് കിട്ടി. എങ്കിൽ എനിക്ക് അവിടെ വെച്ച് പ്രോസസ്സ് അവസാനിപ്പിക്കാം. എക്സെട്ര. ഇങ്ങനെ അങ്ങ് വെക്കൊണ്ടേയിരിക്കും. തീരുവോ? ഇല്ല. അതെന്താണ്? ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. വിച്ച് ഈസ് ദ സാമ്പിൾ സ്പേസ്. 2020 മാർച്ച്, 2019 ഇംപ്രൂവ്മെന്റ് മാർച്ച്, 2018 ഇംപ്രൂവ്മെന്റ് എക്സാം. അങ്ങനെ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 10ാം ക്ലാസ്സിൽ നിന്ന് ഒരുപാടൊന്നും വ്യത്യസ്തമായി നമ്മൾ പഠിക്കുന്നില്ല. കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമേ എക്സ്ട്രാ പഠിക്കുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും പുതിയൊരു ചാപ്റ്ററുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ.